മാറി കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് ആരുടെ മൃതദേഹമാണ് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും അർജുന്റേതെന്ന് സംശയിക്കുകയാണ് നമ്മൾ. ഈ ഘട്ടത്തിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. നേരത്തെ രക്ഷാ ദൌത്യ സംഘത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പെ അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം അർജുന്റെ ബന്ധുക്കളും ഷിരൂരിലേക്ക് തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KV ബൈജുവും KP അഭിലാഷും ചേരുന്നു. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഒരു പ്രതീക്ഷ വെക്കാവുന്ന വാർത്ത ആണ് കേരളത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഷിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളത്. നമുക്ക് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എന്തൊക്കെയാണ്? തീർച്ചയായും അശ്വതി, ഞാനിപ്പോൾ അല്പസമയം മുമ്പാണ് ജിതിനുമായി സംസാരിച്ചത്. അവർക്കും കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈശ്വർ മൽപ്പെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പോലീസും ഇതുവരെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ജീർണാവസ്ഥയിലാണ്. അത് മാത്രമല്ല, മൃതദേഹ അവശിഷ്ടം എന്നാണ് വിവരം നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. പുരുഷന്റേതാണെന്ന ഒരു സ്ഥിരീകരണം മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അർജുന്റേതാണോ അതല്ല മണ്ണിടിച്ചിൽ കാണായ മറ്റ് 2 പേരുടേതാണോ എന്ന ഒരു സംശയം ഒരു ഭാഗത്തുണ്ട്. അപ്പോഴും 6 ദിവസം മുമ്പ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. ഇനി ആ രീതിയിലുള്ള ഒരു നിഗമനമാണോ എത്തുന്നതെന്ന് ഏതായാലും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും കുടുംബം ഇപ്പോൾ ഈ കണ്ടെത്തിയ മൃതദേഹത്ത് DNA പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യം ഏതായാലും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ദൃശ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. എന്തായാലും അതിൽ നമുക്ക് വളരെ ദൂരത്താണ്, കടലിലാണ് ഇത്തരത്തിൽ ഒഴുകി നടക്കുന്ന നിലയിലുള്ള മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത്. അതിന്റെ ദൃശ്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ കഴിയും. എന്നാലും ജില്ലാ ഭരണകൂടവും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. തിരച്ചിൽ പൂർണ്ണമായും നിശ്ചലമായ ഒരു അവസ്ഥയാണ്. ആരും തന്നെ തിരച്ചിൽ ഇവിടെ നടക്കുന്നില്ല. ഇതുവഴി വാഹന ഗതാഗതവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കൃത്യമായി ഈ 3 പേർക്കുമായുള്ള തിരച്ചിൽ ആരംഭിക്കണമെന്ന ഒരു നിർദ്ദേശം ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ അർജുന്റേതാണെന്ന് സംശയിക്കുന്ന, അതല്ലെങ്കിൽ മറ്റ് 2 പേരുടേത് മണ്ണിടിച്ചിൽ അപകടത്തിൽ ഉണ്ടായതാണ് എന്നവർ സംശയിക്കുന്ന തരത്തിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ന്യൂസ് 18 പുറത്തുവിടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിലവിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള മറ്റൊരു കാര്യം, ഇതിന് നിരവധി ഘട്ടങ്ങളുണ്ട്. ഇനി DNA പരിശോധന എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടത്തണമെന്ന് അർജുന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും അവർ അവിടെ തുടരുന്നുണ്ടായിരുന്നു ഷിരൂരിൽ. വീട്ടിലെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ജിതിൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു. ജിതിനുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഘട്ടം DNA പരിശോധനയാണ്. അതിന് അർജുന്റെ അനിയന്റെ DNA സാമ്പിൾ അവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ബൈജു? തീർച്ചയായും അർജുന്റെ അനിയൻ അഭിജിത്തിന്റെ DNA സാമ്പിൾ ആണ് അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിജിത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നു അവിടെ ഇത്തരത്തിൽ ഓരോ ഇതിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടുണ്ടായിരുന്നത്. ഒടുവിലാണ് ഇന്നലെ രാത്രിയാണ് ജിതിൻ നാട്ടിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് മടങ്ങുന്നു എന്ന് ഇന്നലെ രാത്രിയും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോഴും ഈ തിരച്ചിലിലെ അനിശ്ചിതത്വം അത് വലിയ ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. സിദ്ധാരാമയ്ക്ക്, അതായത് കർണാടക മുഖ്യമന്ത്രി ഇത്തരത്തിൽ കത്തയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ സമ്മർദ്ദം ഇനി വേണ്ടിവരുന്ന ഒരു നാളുകൾ അർജുനെ കണ്ടെത്തുക എന്നതിന് അത്തരത്തിലൊരു ഘട്ടമൊക്കെ വലിയ തോതിൽ നമ്മളുമായി അദ്ദേഹം പങ്കിട്ടിരുന്നു. അതിനിടയിലാണ് ജിതിൻ ഇത്തരത്തിലൊരു മൃതദേഹം കിട്ടിയെന്ന വിവരം ജിതിനും ബന്ധുക്കൾക്കൊക്കെ വിവരം ലഭിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇതിൽ ഓരോ ഘട്ടത്തിലും കർണാടക സർക്കാരിന്റെ ഇടപെടലും തുടക്കത്തിലുണ്ടായ വലിയ തോതിലുള്ള മന്ദഗതിയിലുള്ള തിരച്ചിലും ഒക്കെ ഓരോ വിഷയത്തിലും നമ്മൾ ചൂണ്ടിക്കാട്ടുകയും അതിനൊപ്പം ഇത് അർജുൻ എവിടെയെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ആ ശിരൂരിൽ നിന്ന് തന്നെ ഓരോ വിവരങ്ങളും നൽകിക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ അർജുനെ അവസാനമായ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന കുടുംബത്തിന്റെ ആ ഒരു ചോദ്യം. ഒപ്പം കേരളത്തിലെ ഒരുപാട് വീട്ടിലെ ഒരു അംഗം പോലെയാണ് പലരും അർജുനെ കണ്ടിരുന്നത്. അതിനിടയിലാണ് വലിയ തോതിലുള്ള വയനാട്ടിലെ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്ത വലിയൊരു ദുരന്തം ഉണ്ടായതും അതിനിടയിലും അർജുന്റെ വിവരങ്ങൾ ഓരോ വാർത്തകളും നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം
വരുന്നത്. ഇതിനിപ്പോൾ അർജുന്റേതാകണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് കുടുംബവും പങ്കിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ DNA പരിശോധന ഫലം ഒത്തുനോക്കേണ്ടതുണ്ട്. അത് ഇനി എത്ര സമയമെടുക്കും, ഇതൊക്കെ ഇനി വിവരം പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട അപകടത്തിൽപ്പെട്ട 3 പേരുടേത് ഒരാളുടേതാകാം എന്ന ഒരു നിഗമനം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 4, 5, 2 ദിവസങ്ങളിലായി വേലി ഇറക്കമായിരുന്നു. ആ സമയത്ത് ഈ പുഴയിൽ തിരച്ചിൽ നടത്താൻ ഈശ്വർ മൽപ്പിയും സംഘവും അവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അനുമതി നൽകാത്തതുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹം കടലിലേക്കോ, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ ആ സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. ഒരു 4 or 5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ അഴിമുഖവും വലിയ തോതിൽ പുഴ കടലിലേക്ക് സംഗമിക്കുന്ന ഒരു സ്ഥലമൊക്കെ. ആ രീതിയിൽ ഒരു സാധ്യത നേരത്തെ അഭിലാഷ് ആ കണക്കുകൾ പ്രകാരം ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അത്തരത്തിൽ ഒരു സാധ്യത ഏതായാലും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ മത്സ്യത്തൊഴിലാളിയെ കാണാതായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് 6 ദിവസം മാത്രമേ ആയുള്ളൂ. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം ആ വലിയ തോതിൽ പഴക്കമുണ്ട്. ഒരു 20 ദിവസമെങ്കിലും പഴക്കമുണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രാഥമികമായി നൽകുന്ന വിവരം. പക്ഷെ അതിനെല്ലാം ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ബൈജു, ഏറ്റവും പ്രധാനവും അതുതന്നെയാണ്. ആ അഴിമുഖത്തിന്റെയൊക്കെ എത്രത്തോളം വലിയതാണ്, വിശാലമായ ഒരിടമാണ് അവിടം എന്നൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്ന കാര്യങ്ങളാണ്. പ്രേക്ഷകർക്കുൾപ്പെടെ അത് അവിടുത്തെ പല സ്ഥലങ്ങളും ഈ മാധ്യമങ്ങളിലൂടെ അത് മണിക്കൂറുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അവർക്ക് പോലും അവിടം ഹൃദയസ്ഥമായ ഒരു അവസ്ഥയിലായിരുന്നു. അത്രത്തോളം നമ്മൾ ഈ വാർത്ത എത്തിച്ചിരുന്നു. അതിന് കാരണവും ബൈജു നേരത്തെ പറഞ്ഞതുപോലെ ആ അർജുന്റെ കുടുംബത്തിന്റെ വേദന അത് തന്നെയായിരുന്നു. നമുക്ക് നൽകിയ ഊർജം, അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ, സൈന്യത്തിനുൾപ്പെടെ ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊർജവും അതുതന്നെയായിരുന്നു. അവരുടെ വലിയ പ്രഷർ ഉണ്ടായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്. ഒപ്പം സംസ്ഥാന സർക്കാർ അത് ആ ഘട്ടത്തിൽ അത് അത്രത്തോളം നിർണായകമായി തന്നെ നടത്തി എന്ന് തന്നെ നമുക്ക് പറയണം. കർണാടക സർക്കാരും അവസാന ഘട്ടത്തിലൊക്കെ ഊർജിതമായി തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. അതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അർജുന്റേതാകാനുള്ള സാധ്യത അത് ഈ ഇത്രയും 60 കിലോമീറ്റർ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് 50 മുതൽ 60 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ കിട്ടിയ ഈ മൃതശരീരം എന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യത അത് അർജുന്റേതാണ് എന്നതിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ടതില്ല, അല്ലെ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം കണ്ടെത്തിയ വിവരം അപ്പോൾ തന്നെ കുടുംബത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അവർക്കും ആ രീതിയിലുള്ള ഒരു സംശയമുണ്ട്. കാരണം നേരത്തെ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സൂചിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഈ മേഖലയിലുള്ള വിദഗ്ധർ സൂചിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ ക്യാബിനകത്തായിരിക്കും അർജുൻ എന്ന ഒരു നിഗമനമായിരുന്നു തുടക്കത്തിലെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് പറയുകയുണ്ടായി. ഏതെങ്കിലും തരത്തിൽ മണ്ണിൽ ഇത്തരത്തിൽ ചടിയിലോ പൂണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് ഈ വലിയ അടിയൊഴുക്ക് വന്നാൽ ഈ കടലുമായി അശ്വതി പറഞ്ഞതുപോലെ തന്നെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്, സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയത് ദിവസങ്ങളോളം പഴക്കമുള്ള ഒരു മൃതദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളുമായി ബന്ധപ്പെട്ടപ്പോഴും വ്യക്തമാക്കുകയുണ്ടായത്. കാരണം ഒരു അവശിഷ്ട ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. അത് ഒരു പക്ഷേ ഈ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ മറ്റു രണ്ടുപേരും ഈ രണ്ടുപേരും ഈ ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെയും മൃതദേഹം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ തന്നെ മണ്ണിനടിയിലായിരുന്നു ഉണ്ടായത്. അർജുന്റെ മാത്രമാണ് ഈ പുഴയിലേക്ക് ലോറി ഉൾപ്പെടെ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ DNA പരിശോധനാ ഫലത്തിലൂടെ ഈ കുടുംബങ്ങളുടെ കാത്തിരിപ്പ്, ഒപ്പം ഒരുപാട് മലയാളികളായ അതുപോലെ തന്നെ കന്നഡികരായ അവരും നമ്മോട് അവിടുന്ന് പങ്കിടുന്നുണ്ടായിരുന്നു. അവരുടെ വേദനകളൊക്കെ, അർജുന് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയൊക്കെ അവർ പങ്കിടുന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോഴും നമ്മളുമായി അവർ ആ ആശങ്ക പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളാണ് അവരെ പലപ്പോഴും മാധ്യമങ്ങളായിരുന്നു അവരുടെ ഒരു ഏറ്റവും വലിയ അത്താണി എന്ന് പറയുന്നത്. കാരണം ഈ തെരച്ചിലിന്റെ ഒരു അനിശ്ചിതത്വം ഒക്കെ അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി വിധി ഈ തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന ഒരു വിധി വന്നതോടുകൂടിയാണ് ഒരു ആശ്വാസം ഉണ്ടായത്. അതിനുശേഷമാണ് ഇവിടത്തേക്ക് ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഈ തിരിക്കാൻ വേണ്ടി നിന്നതും. പക്ഷെ അപ്പോഴേക്കും ഒരു സ്വകാര്യ ആവശ്യം വന്നതുകൊണ്ടാണ് ജിതിൻ പെട്ടെന്ന് അവിടുന്ന് ഇന്നലെ രാത്രി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും ജിതിൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. നാളെ രാവിലെ
അവരോടുകൂടി അദ്ദേഹം അവിടെ എത്തും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ DNA പരിശോധനാ ഫലം ഇന്ന് ശേഖരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് നമുക്ക് വിവരങ്ങൾ ഏതായാലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അഭിജിത്തിന്റെ സഹോദരന്റെ DNA പരിശോധന ഫലമാണ് സാമ്പിളായി അവിടെ കൊടുത്തിട്ടുള്ളത്. അഭിജിത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ്. ഏതായാലും മനാഫ് ലോറി ഉടമ അതുപോലെ തന്നെ അവരൊക്കെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഏറ്റവും ആദ്യം വിവരം ലഭിക്കുക എന്തായാലും ഈശ്വർ മൽപ്പയിൽ നിന്നാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് വിളിച്ചപ്പോഴും അവിടെ എത്തിയിട്ടില്ല. ഏറ്റവും പുതിയ വിവരം ഈശ്വർ മൽപ്പയിൽ നിന്നായിരിക്കും നമുക്ക് ലഭിക്കുക. ഒപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും നമുക്ക് ഇതിൽ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 21 ദിവസത്തിലധികമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് ആ ഒരു കാത്തിരിക്കുന്ന കുടുംബം ഉൾപ്പെടെ കാത്തിരിക്കുന്ന അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനോടെ ലഭിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ പ്രതീക്ഷയെങ്കിൽ പിന്നീട് അത് മാറി വലിയ തോതിൽ ആശങ്ക ഉയരുകയും അവസാനമായി ഒരു നോക്ക് അർജുനെ കാണാൻ പറ്റുമോ എന്ന ഒരു അമ്മയുടെ ഉൾപ്പെടെയുള്ള ചോദ്യം അതിനൊക്കെ ഒരു ഉത്തരം, അതിനൊക്കെ വിരാമം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇപ്പോഴും 21 ദിവസം കഴിയുമ്പോഴും ആ പ്രതീക്ഷ ഇപ്പോഴും പലതരത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും കൈവിടാതെ നിൽക്കേണ്ട ഒരു സാഹചര്യം. എന്തായാലും അത് ഇനി വലിയ താമസമില്ലാതെ ഈ മൃതദേഹം പുറത്തേക്ക് എടുത്താൽ, കരയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് DNA പരിശോധന ഫലം വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളിലേക്ക് പോകും. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതിൽ അനിശ്ചിതത്വം ഉണ്ട്. അത് ഇനി ഏത് രീതിയിലുള്ള തിരച്ചിലാണ് ഇനി തുടരേണ്ടതുണ്ട് എന്നൊക്കെ അവരുടെ ഒരു ആലോചനയുണ്ട്. ഏതായാലും മണ്ണൂത്തി സർവകലാശാലയിൽ നിന്നുള്ള യന്ത്രം കൊണ്ടുവന്ന് ഈ ലോറി പുറത്തേക്കെടുക്കാനും അവിടെ മൺകൂലിയിൽ പരിശോധിക്കാനും ഒക്കെ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിവരം വരുന്നത്. ഏതായാലും അത് വലിയ കുടുംബത്തിനും വലിയ ആശ്വാസവും ആവും. ഒപ്പം കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും. കാരണം തിങ്കളാഴ്ച അവർക്ക് ഇതിനൊരു റിപ്പോർട്ട് നൽകേണ്ടത്. ഇവരെ കണ്ടെത്തിയോ എന്ന കാര്യത്തിൽ അതിനൊക്കെ ഏതായാലും ഉത്തരമാകുമോ എന്നത് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു വിവരം നമുക്ക് ലഭിക്കും. അശ്വതി, ശരി. ബൈജു ആണ് വിവരങ്ങൾ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിൽ ഷിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും 60 കിലോമീറ്റർ മാറി കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് മൃതദേഹം കണ്ടത്. അവർ ഈ രക്ഷാപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഇത് ആരുടെ മൃതദേഹമാണെന്ന കാര്യത്തിൽ വ്യക്തമില്ല. അതേസമയം അർജുന്റേതാകാം എന്ന സാധ്യതകളും തള്ളുന്നില്ല. മൃതദേഹം കണ്ടെത്തിയ ഈശ്വർ മൽപ്പയും നമ്മളോട് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടേക്ക്, മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക്. അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് ഈശ്വർ മൽപ്പയും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാനാകും. KV ബൈജു നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർജുന്റേതാണ് ഈ മൃതദേഹമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത നമ്മൾ തള്ളുന്നില്ല എന്നുള്ളത് ഒരു മാപ്പിന്റെ സഹായത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KP അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹം അർജുന്റേതാണെങ്കിൽ അത് അവിടെ കാണാതെ മണ്ണിടിച്ചിലുണ്ടായിടത്ത് നിന്നും 60 കിലോമീറ്റർ വരെ അകലെയാണ് ഈ കടലുള്ളത്. കടലിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനുള്ള സാധ്യത നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വിദൂരമായൊരു സാധ്യത മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നു ഈ കടലിൽ നിന്ന് എന്നതാണ് സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരം. അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നതിൽ തന്നെ വ്യക്തതക്കുറവുണ്ട്. കയ്യിൽ ഒരു വള പോലെയുള്ള ലോഹവസ്തു അടക്കം ഈ മൃതദേഹത്തിലുണ്ട് എന്ന് ഇപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രാഥമികമായ വിവരങ്ങൾ ആണ് ലഭ്യമായിട്ടുള്ളത്. ഇത് ഇനി ഈ മൃതദേഹാവശിഷ്ടം അധികൃതർ കണ്ടെത്തി അത് കരയിലേക്ക് അടുപ്പിച്ച ശേഷം പിന്നീട് പരിശോധന നടത്തുകയും അങ്ങനെ DNA പരിശോധനയിലൂടെ മാത്രമാണ് അർജുന്റേതാണോ ഈ മൃതദേഹം എന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുമുള്ളൂ. നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് നിന്ന് ഏകദേശം 55 മുതൽ 60 കിലോമീറ്റർ വരെ ദൂരെ ഭാഗത്ത് ആയിട്ടാണ് കടലിൽ നിന്ന് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. അതിനെ മൃതദേഹം എന്ന നിലയിലേക്ക് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. മൃതദേഹ അവശിഷ്ടം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ മൃതദേഹത്തിന് നല്ല പഴക്കം ഉണ്ട് എന്നതാണ്. ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത്, ഇതേ സമയം തന്നെ ഈ പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. അത് 6 ദിവസങ്ങൾക്ക് മുമ്പാണ് കാണാതായിട്ടുള്ളത്. പക്ഷേ മൃതദേഹം
മൃതദേഹത്തിന്റെ കാലപ്പഴക്കം എന്നത് 6 ദിവസത്തിന് മുകളിൽ ഉണ്ടാകാം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് അർജുന്റേത് ആണോ ഈ മൃതദേഹ അവശിഷ്ടം എന്ന സംശയം ബലപ്പെടുത്തുന്നത്. അത് അർജുന്റെ കുടുംബാംഗത്തിന്റെ, അർജുന്റെ സഹോദരന്റെ DNA സാമ്പിളുമായി ഈ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ സാങ്കേതിക വിദഗ്ധർ എത്തി ഇത് സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് സ്ഥിരീകരിച്ച് ഒരു പക്ഷേ പുരുഷന്റേതല്ല എങ്കിൽ അത് അർജുന്റേതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. വയനാട്ടിലെ ചാലിയാറിൽ പൊട്ടലിൽ വലിയ അപകടം ഉണ്ടാവുകയും അവിടെ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവിടെയും നമുക്ക് പ്രേക്ഷകരോട് ഈ മാപ്പിന്റെ സഹായത്തോടെ വിശദീകരിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഭാഗം എന്നത് ആണ്. നേരത്തെ അഭിലാഷ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, അതിനുശേഷം അഭിലാഷിന് തുടരാം. ഇപ്പോൾ നമുക്കിപ്പം ഫോറൻസിക് വിദഗ്ധ